ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് രാവിലെ തന്നെ അടുത്ത കറക്കത്തിനായിട്ട് ഇറങ്ങിയേക്കണം. ഇന്ന് ഞങ്ങളുടെ 3-ാം ദിവസം ബോംബെയിൽ. ഇന്ന് രാവിലെ ഞങ്ങൾ ബോംബെയിലെ മൗണ്ട് മേരി ചർച്ചിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടേക്കൊക്കെ പോകണമെങ്കിൽ അവിടെ ചെന്നിട്ട് തീരുമാനിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി റെഡി ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഓട്ടോ വരണം ഞങ്ങൾക്ക് പോകണമെങ്കിൽ. ഓട്ടോയോ എന്ത് വണ്ടി വരണം, ടാക്സി ഏതാ പറഞ്ഞ് അത് വന്നിട്ട് വേണം പോകാൻ. അപ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ഞങ്ങളുടെ ടാക്സിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങളെടുത്ത 1-2 ഫോട്ടോസൊക്കെ ആട്ടോ. പിന്നെ നമ്മുടെ പുറകിക്കൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്ന തന്നെ കൊണ്ട് സ്വരം അത്ര ക്ലിയർ ആയിരിക്കില്ല അവിടെ. അങ്ങനെ ഇത്തിരി നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഞങ്ങളുടെ ടാക്സി എത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 ടാക്സിയിലായിട്ടാട്ടോ പോകുന്നതെന്ന്. ഞങ്ങളിപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങി. ഞങ്ങൾ ചർച്ചിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ചർച്ചിലേക്ക്. നല്ല തിരക്കാണ് രാവിലത്തെ ടൈം നമ്മൾ പോകുന്നത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഞങ്ങളുടെ ടാക്സി ഡ്രൈവറും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. बांद्रा कुर्ला कॉम्प्लेक्स सबसे बड़ा बम्बई मेन अब सबका ऑफिस इधर ही है. अच्छा, क्या नाम है जगह का? बीकेसी बांद्रा कुर्ला कॉम्प्लेक्स बीकेसी. अच्छा, बांद्रा कुर्ला कॉम्प्लेक्स. सब जितने बैंक हैं पूरे भारत का सब इधर ही है. अच्छा, फिर अमेरिकन बैंक है ये? अमेरिकन सब इधर ही है. सब गरीब लोगों का है ना इधर. मेन ऑफिस यही है ना बीकेसी में. अच्छा, सबका എല്ലാ ബാങ്കുകളും ഇവിടുന്ന് കാണാം കേട്ടോ. SBI എല്ലാ ബാങ്കുകളും കൂടിയുള്ള ഒരു സ്ഥലമാണത്, ബാന്ദ്ര കുർല കോംപ്ലെക്സ്. सुल्तानपुर में सबसे बड़ा डिग्री कॉलेज वही है. अच्छा, ഡബിൾ ഡെക്കർ ബസ് പോകണമെങ്കിൽ ഒരെണ്ണം മുമ്പിൽ. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് കാണാൻ. നല്ല രസമായിട്ടോ അങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാനായിട്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിലാരോ ചോദിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ടൂർ പാക്കേജ് എടുത്തിട്ടാണോ പോയതെന്ന്. ഞങ്ങൾ ടൂർ പാക്കേജ് ഒന്നും എടുത്തില്ല, പക്ഷേ ഒരു ദിവസം നമുക്ക് കറങ്ങാനായിട്ട് നമ്മൾ മുംബൈ ദർശൻ എന്ന് പറയുന്ന ബസ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അവർ കൊണ്ടുപോയി കാണിക്കും. പിന്നെ നമുക്ക് പേഴ്സണലി പോയി കാണേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ടാക്സി വിളിച്ച് പോയി കാണണം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഇതാണ് കേട്ടോ മുംബൈയിലെ ലീലാവതി ഹോസ്പിറ്റൽ. അപ്പോൾ അതും നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ റോഡ് സൈഡിലായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇതെല്ലാം ഞങ്ങൾക്ക് ഡ്രൈവർ ചേട്ടനാട്ടോ പരിചയപ്പെടുത്തി തന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിലിം സ്റ്റാർസ് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും വരുന്ന ഒരു ഹോസ്പിറ്റൽ അതെന്നാണ് പറഞ്ഞാൽ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാട്ടോ അത്. അങ്ങനെ പിന്നെയും കുറച്ച് നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ മൗണ്ട് മേരി റോഡ് എന്നും പറഞ്ഞ് അങ്ങനെ റോഡ് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളിതാ മൗണ്ട് മേരി ചർച്ച് ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇനി എത്തും. നമ്മൾ മൗണ്ട് മേരി ചർച്ചിലേക്ക് വരാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇത് മുംബൈയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഓൾഡ് ചർച്ചാണ്. അത് മാത്രമല്ല ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ പോരുന്നതിന് മുൻപ് തന്നെ UP നിന്ന് തന്നെ പറഞ്ഞു വിട്ടായിരുന്നു, നിങ്ങൾ മുംബൈയിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പള്ളിയിൽ പോകണം. കാരണം അവിടെ ചെന്ന് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന മാതാവാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കിട്ടും. അവർ കുറച്ച് പേര് ഹിന്ദുസ് ഉണ്ട്, അവർ പോലും ഞങ്ങളോട് പറഞ്ഞത് അവർ പോയി പ്രാർത്ഥിച്ചു വന്ന കാര്യങ്ങൾ പോലും അവർക്ക് സാധിച്ചു കിട്ടാറുണ്ട്. അവരവിടെ നേർച്ച കൊടുക്കാറുണ്ട്, ക്യാൻഡിൽ കത്തിക്കാറുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അവിടെ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ എത്തിയിട്ടോ മൗണ്ട് മേരി ചർച്ചിലെത്തി. അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ റോട്ടിൽ വന്ന് ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അവരപ്പോഴേക്ക് എത്തി, അവരുടെ വണ്ടി എത്തിയതാ. ചേട്ടനും റജി സാറും സിദ്ധും എല്ലാവരും അവിടെ വന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും മൗണ്ട് മേരി ചർച്ചിൻ്റെ ഫ്രണ്ടിലാട്ടോ ഇപ്പം. അപ്പോൾ ആ ചർച്ചിൽ എന്തൊക്കെയോ റിനോവേഷൻ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാർട്ടൊക്കെ അവർ കവർ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. വർക്ക് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോകണം, ഉള്ളിൽ പോയി ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് റോഡിൻ്റെ 2 സൈഡിലായിട്ട് കുറച്ച് ചെറിയ സ്റ്റോളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ആൾക്കാർ ക്യാൻഡിലൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ
ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ നിന്ന് കിട്ടുന്ന ഐറ്റംസൊക്കെ നോക്കി അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ക്യാൻഡിലൊക്കെയാണ് മെയിനായിട്ട് വാങ്ങുന്നത്. അപ്പോൾ അത് നേർച്ചയായിട്ടൊക്കെ പള്ളിയിലേക്ക് വെക്കാനും കത്തിക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഓരോന്നങ്ങനെ നോക്കി അവസാനം ക്യാൻഡിൽ തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചു, നേർച്ചയായിട്ട് പള്ളിയിൽ കത്തിക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കത്തിക്കാൻ പറ്റില്ല, ഇപ്പോൾ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാൻഡിൽ കത്തിക്കാനൊന്നുള്ള ആ ഒരു സെറ്റപ്പ് ഇപ്പോൾ അവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കൊണ്ടുപോയി ഓഫർ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ക്യാൻഡിൽ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യമായിട്ട് വരുന്നതല്ലേ പള്ളിയിലേക്ക്, അപ്പോൾ പ്രാർത്ഥിച്ച് അങ്ങനെ ഓഫർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പെർമിഷൻ ഇല്ല. അപ്പം അതിന് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഇവിടെ വേറൊരു ടെൻറ്റ് തൊട്ടടുക്കുന്നൊരു വലിയൊരു ടെൻറ്റ് പോലെ കെട്ടി ഇവിടെയാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പള്ളിയകത്തേക്കൊന്നും പോകാൻ പെർമിഷൻ ഇല്ല, അവിടെ റിനോവേഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം നമ്മളിതാ ഇവിടെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലായിട്ട് ആൾക്കാർക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്ന് ഞങ്ങളും കുറച്ച് സമയം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇതാ ഒരു സൈഡിൽ ക്രിബ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് അതുപോലെ തന്നെ ഓരോ സ്റ്റാച്യൂസിൻ്റെയൊക്കെ അടുത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ അവിടുന്ന് നമ്മുടെ പള്ളി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിതായി ഇറങ്ങാണ് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എന്തായാലും പള്ളിയുടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ വലിയൊരു ആഗ്രഹം സാധിച്ചു, മൗണ്ട് മേരി ചർച്ചിൽ വരണം. ബോംബെയിലെ മൗണ്ട് മേരി ചർച്ചിൽ വരണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കും. ചർച്ച കാണാനും മാതാവിനോട് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി, വലിയ സന്തോഷം. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ വന്നപ്പോൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വടാപ്പാവ് ഉണ്ട്. വടാപ്പാവ് അല്ലേ, കാവട അങ്ങനത്തെ എന്തോ ഐറ്റം അതുകൊണ്ട് വടാപ്പാവുണ്ട്. അപ്പോൾ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുക. ഇവിടെ എല്ലാവരും ചായ കുടിക്കണ്. അതിനുശേഷം ഞങ്ങൾക്ക് ആ സ്റ്റോളുകളിൽ നിന്ന് എന്തെങ്കിലും കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അത് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടേക്ക് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതാ ചെറിയ പെട്ടിക്കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓരോരുത്തർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി പോകണം. ഇനി നമ്മൾ ബാന്ദ്ര ഫോർട്ട് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവിടുന്ന് ഈ പള്ളിയുടെ അടുത്തുനിന്ന് മൗണ്ട് കാർമൽ ചർച്ച് എന്നാട്ടോ പേര്, മൗണ്ട് മേരി റോഡ് എന്നാണ് ഇവിടേക്ക് എഴുതിയേക്കണേ. ഇവിടുന്ന് 3 മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഈ വഴി കൂടെ. ഇവിടത്തേക്ക് ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും കേരളത്തിലത്തെ ഒരു ഓർമ്മ വരും കേട്ടോ. അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങളും തണലൊക്കെയുള്ള ഒരു റോഡുകളും അങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഭംഗിയൊക്കെ തോന്നി, ബോഗൈൻ വില്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് സൃഷ്ടി ടീച്ചർ ഇതാ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ബാന്ദ്ര ഫോർട്ടിൽ പോവാണേ. ഞങ്ങൾ ബാന്ദ്ര ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവയ്ക്ക് അവിടെ തൊട്ടപ്പുറത്തേക്ക് അടിപൊളി ബാന്ദ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അത് ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും ബീച്ച് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ആദ്യം ബീച്ചിൻ്റെ അടുത്തേക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാന്ദ്ര ഫോർട്ട് കാണാൻ പോകാമെന്നും പറഞ്ഞ് ബീച്ചിൻ്റെ അടുത്തൊന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ട് നടക്കണം കേട്ടോ. എൻ്റെ പോന്നെ കേട്ടോ, ഒടിഞ്ഞ ക്രിക്കറ്റ് കളിയാമാര് ഒരിഞ്ഞടി അവൻ അടിച്ചത്. ലിജിയൊക്കെ അവിടെ പോയിരിക്കുകയാണ് ഷാരൂഖ് ഖാൻ്റെ വീടൊക്കെ കാണാൻ വേണ്ടി. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു, അന്നേരം അവർ അങ്ങോട്ട് പോയി. ഇനി ഒന്നുകൂടെ പോകേണ്ടി വരും.
മന്നത്ത് എന്ന് പറയുന്ന ഷാരൂഖ് ഖാൻ്റെ വീട്. നമ്മൾ വീണ്ടും ബാന്ദ്ര ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഫോർട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ ബാന്ദ്ര ബീച്ച്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞു അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. തിരമാലകൾ ഇങ്ങനെ അടിച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ദേ അങ്ങെത്തി നടന്ന് അവിടം വരെ എത്തി. അവിടെ എത്തിയത് ഞങ്ങളിവിടെ ദൂരെ നിന്ന് കാഴ്ചകൾ കാണുന്നുള്ളൂ. അങ്ങോട്ടേക്ക് അടുത്തടുത്ത് പോകണില്ല. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ വീട്. അത് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് കയറി ചെന്ന് റോഡ് സൈഡിൽ ചെന്ന് ഫോട്ടോ എടുക്കാം. നല്ല രസം കേട്ടോ അവിടെ നിന്ന് കാണാനായിട്ട്. മന്നത്ത് നിന്ന് വീടിൻ്റെ പേര് ഗേറ്റൊക്കെ കാണാം നമുക്ക്. ഞങ്ങൾ 2-3 പേര് ആദ്യം വീട് കാണാനുള്ള ഒരു ആകാംക്ഷയിൽ ഷാരൂഖ് ഖാൻ്റെ വീട് കാണാനായിട്ട് ജസ്റ്റ് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളും വന്നിട്ടോ ബീച്ചിലേക്ക് ഇവരുടെ അടുത്തേക്ക്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി നിന്ന് നമുക്ക് മന്നത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ ബാന്ദ്ര ബീച്ചിലെത്തി. നമ്മൾ ഇവിടുത്തെ കാണലൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഷാരൂഖ് ഖാൻ്റെ വീട് കാണാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് പുറത്തുനിന്നൊരു ചെറിയ വ്യൂ കിട്ടാൻ വേണ്ടി. ഞങ്ങൾ മന്നത്ത് പോവാണ് കേട്ടോ. ചായ കുടിക്കാൻ പോവാണേ. ചായ കുടിക്കാൻ ഷാരൂഖ് ഖാൻ വിളിച്ചിട്ടുണ്ട്. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. 2-3 ഓട്ടേ കാണുള്ളൂ വെടിയുണ്ട പോകുന്നത്. ഷാരൂഖ് ഖാൻ്റെ വീട് കാണാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും ഇതാ ഇവിടെ വന്ന് നിൽക്കണം കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ, ഭയങ്കര ആഗ്രഹം എല്ലാവർക്കും കാണാൻ. ഷാരൂഖ് ഖാനെ കാണാൻ പറ്റിയില്ലെങ്കിലും വീടെങ്കിലും കാണാമല്ലോ എന്നും പറഞ്ഞ് പക്ഷേ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ കുറേ നേരമൊക്കെ വീടിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ നോക്കി ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെയും വീട് കണ്ട് കൊതി മാറിയില്ല. പിന്നെയും തിരിഞ്ഞു നിന്ന് കുറച്ച് നേരം കൂടെയൊക്കെ വീടൊക്കെ കണ്ടു. ഗേറ്റിൻ്റെ അടുത്തൊക്കെ വരെയൊക്കെ പോയി ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തിരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 6 ഫ്ലോർ ബിൽഡിംഗ് ആണ്. ഈ ഷാരൂഖ് ഖാൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു 6 ഫ്ലോർ ബിൽഡിംഗ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങണം. വീടിൻ്റെ ഒരു മോൾ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത്രയും ഹൈറ്റുള്ള ഗേറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഉള്ളിലേക്കൊന്നും അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ വാച്ച്മാൻ അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകണം. ഇനിയിപ്പോൾ ഞങ്ങൾ നടന്ന് നീങ്ങുന്നത് ബാന്ദ്ര ഫോർട്ട് കാണാനാണ്. അപ്പോൾ ബാന്ദ്ര ഫോർട്ടിവിടെ അടുത്താണ്, നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബദാം എവിടെ നിന്ന് കിട്ടിയേ? ആണോ? മരത്തിൽ നിന്ന്. ഓക്കെ. ബദാം മറക്കും കൊണ്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ തട്ടുകടകൾ പോലെ ടേലകൾ പോലെ കടയൊക്കെ വെച്ച് ബേൽപൂരി കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ട് കേട്ടോ. ബേൽപൂരി, വട, പാവ്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. അവരവിടെ പറയണ്ട അവർക്ക് എന്തോ ബേൽപൂരി വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇതാണ് ബാന്ദ്രയിലെ താജ് ഹോട്ടൽ. ബാന്ദ്രയിലെ ഫ്രണ്ട് സൈഡ് അവിടെ കേട്ടോ, എൻട്രൻസ് അവിടെയാണ്. ഞങ്ങൾ ഫോർട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കാണുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു വണ്ടി നോക്കി ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത് എന്താ നീളം നോക്കിയിട്ടുണ്ട്. അപ്പം നടന്ന് ഞങ്ങൾ ബാന്ദ്ര ഫോർട്ടിൻ്റെ അടുത്തെത്തി. അപ്പം ഉണ്ട് ഇതാ പറയുന്നു 4 മണി കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ, അതുവരെ അടച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിതാ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ. പക്ഷെ കാര്യമില്ല, നമ്മളെ കടത്തി വിടില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്നല്ലാണ്ട് ഇതേ അങ്ങ് ദൂരേക്ക് ആ സീലിംഗ് റോഡ് കാണാം. ഞാൻ സൂം ചെയ്യതാ. സീലിംഗ് റോഡ് അതിൻ്റെ ഉള്ളിക്കോടെ അങ്ങനെ കാണാം. നല്ല അടിപൊളി. പക്ഷേ നമുക്ക് ഭാഗ്യമില്ലാണ്ടായിപ്പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണം. ഇതിൻ്റെ അടുത്ത് കണ്ട് എന്തോ അമ്പലമുണ്ട്. അപ്പോൾ അതും കൂടെ കാണാമെന്നൊക്കെ പറയുന്നല്ലോ. ഇവിടെ ഒരാൾ വണ്ടിയിൽ ഫുഡൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇവിടെ ഈ സ്ട്രീറ്റ് ഡോഗ്സിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ഇതാ വന്നേക്കാണ്. ന്യൂസ് പേപ്പർ ഇട്ട് അതിനകത്ത് കേട്ടോ ഫുഡൊക്കെ ഇട്ട് കൊടുക്കണം. ന്യൂസ് പേപ്പർ ആദ്യം വിരിച്ച് വെച്ച് അതിനകത്ത് ഫുഡ് ഇട്ട് കൊടുക്കണം. ഇതും ഒരു കാഴ്ച.
ഇങ്ങനെ സ്ട്രീറ്റ് ഡോഗ്സിനെ ലവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവണം. അത് നല്ല കാര്യം, അടിപൊളി. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഈ ഇടവഴിക്ക് പോകുമ്പോൾ ഒരു ചെറിയ അമ്പലമുണ്ട്. അപ്പോൾ അത് കാണാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേര് പോയിട്ടുണ്ട്. ശ്രീകണ്ഠേശ്വരി ദേവി മന്ദിർ സംസ്ഥാൻ. ആ ദേവിയുടെ ടെമ്പിൾ കാണാനായിട്ട് ഇതേ കണ്ട ആൾക്കാർ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നേഷ ടീച്ചർ, ചിപ്പി, പ്രീത ടീച്ചർ, റെജി സാർ അവരൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെയാണ്. ഞങ്ങൾ 3 പേര് ഇവിടെ ഉണ്ട്. പിന്നെ സിദ്ധുവും അഞ്ജലി ഇവിടെ ഉണ്ടായിരുന്നു. അവരും പോയപ്പോൾ അവരും കയറിപ്പോയി. ബോഗൻവില്ല നല്ല അടിപൊളി പൂക്കളുണ്ട് കേട്ടോ. സൂപ്പർ, കാണാൻ നല്ല കളറ്, ഇത് ഭംഗിയാ. അവരും കൂടെ എത്തിയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ ഷോപ്പിംഗ് പരിപാടിയാണ്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. ബൈ ബൈ.